തൃശ്ശൂർ പുലികളി ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാ പുലിമടകളിലും വലിയ ആവേശമാണ്. അതിനോടൊപ്പം തന്നെ ഈ പുലിക്കളിക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ചായക്കൂട്ടുകൾ അരയ്ക്കുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും ഈ പുലി മുഖങ്ങൾ ഉൾപ്പെടെയുള്ള പുലികളി വേഷങ്ങളുടെ പല കാര്യങ്ങളെല്ലാം തന്നെ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ തന്നെ പുലിവര ആരംഭിക്കും. ഇത്തവണ 2 ദേശക്കാർ കൂടി 7 ദേശക്കാരാണ് ഇത്തവണ പുലിക്കളിക്കുള്ളത്. ഇത്തവണ അതിഗംഭീരമായി തന്നെ പുലിക്കളി നടത്താനുള്ള തീരുമാനമാണ് കോർപ്പറേഷനും സർക്കാരും എല്ലാം തന്നെ എടുത്തിട്ടുള്ളത്. പുലികൾക്ക് ഏറ്റവും അധികം ഭംഗി നൽകുന്നത് അവരുടെ ദേഹത്ത് വരയ്ക്കുന്ന ചായങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചായങ്ങൾ ഒരുക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചായ കൂട്ടുകൾ അത് കൃത്യമായി അരച്ചെടുത്ത് അതിൻ്റെ ഗ്ലേസിങ്ങും അതിനോടൊപ്പം തന്നെ അതിൻ്റെ തരികളും എല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും മികവുറ്റ രീതിയിലുള്ള ചായക്കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഓരോ പുലിമടകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ ശരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇത് പുലിമടയിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുക്കുന്നത് ഓരോ പൗഡറുകൾ. ഇപ്പം മഞ്ഞ പൗഡർ അത് വാർണിഷ് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ച് കുറുകി എടുത്തിട്ട് പിന്നെ ലൂസാക്കിയിട്ടാണ് പുലിയുടെ മേല് വരയ്ക്കുക. അപ്പോൾ ഇതിൽ 3 കളറാണ് ഇപ്പോൾ അരയ്ക്കുന്നത്: മഞ്ഞയും വെള്ളയും കറുപ്പും. ഇത് അരച്ച് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ആയാൽ മാത്രമാണ് നമുക്കത് പുലിയുടെ മേല് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൗഡർ മിക്സ് ആക്കിയിട്ടാണ് വാർണിഷ് ഒഴിച്ച് അരച്ച് കുറുക്കി ഇതെടുക്കുന്നത്. എന്നാൽ മാത്രമാണ് അതിൻ്റെ കൂട്ട് ശരിയാവുള്ളൂ. പുലികളുടെ കാര്യത്തിലും സസ്പെൻസുകളുണ്ട്, പുലി വേഷത്തിൻ്റെ കാര്യത്തിലും സസ്പെൻസുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം തന്നെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഈ വിവിധ സംഘങ്ങൾ എത്തുമ്പോഴാണ് ആളുകൾക്ക് മുന്നിലേക്ക് എത്തുക. അതെല്ലാം തന്നെ വലിയ ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പുലിക്കളിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് പുലിവണ്ടിക്കും നിശ്ചല ദൃശ്യങ്ങൾക്കും. അത് ഒരുക്കുന്നതിനായി ഓരോ സംഘങ്ങളും വലിയ തിരക്കിലാണ്. അതിനോടൊപ്പം തന്നെ അതിന് പ്രത്യേകം സമ്മാനങ്ങളുമുണ്ട്. അതായത് പുലിവണ്ടി മികച്ചതാരാണ്, നിശ്ചല ദൃശ്യം മികച്ചതാരാണ്, അതെല്ലാം തന്നെ കണ്ടെത്തുന്നതിനായുള്ള മത്സര വിഭാഗങ്ങളുമെല്ലാം തന്നെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നിശ്ചല ദൃശ്യങ്ങളായി വരികയും ചെയ്യുക. എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഓരോ പുലിമട പരിസരങ്ങളിലും നടക്കുന്നുണ്ട്. പുലിമടകളെല്ലാം സജ്ജമായി കഴിഞ്ഞു. നാളെ രാവിലെ മുതൽ പുലിവരകൾ ആരംഭിക്കും. ദേഹത്ത് പുലിയുടെ മുഖം വരച്ചു ചേർക്കും. അതോടൊപ്പം തന്നെ ഈ മുഖാവരണം പുലിയുടെ രൂപത്തിലുള്ള ഇങ്ങനെ വയ്ക്കുകയും ചെയ്യും. വൈകിട്ട് 5 മണിയോടുകൂടി സ്വരാജ് റൗണ്ടിനെ ഉറപ്പിക്കാൻ പുലിക്കൂട്ടങ്ങൾ കൂട്ടമായി ഇറങ്ങും. റിപ്പോർട്ടർ ലിഷോയ്ക്കും ക്യാമറമാരായ സുജി പട്ടാമ്പിക്കും മനോജ് മാടശ്ശേരിക്കുമൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്.